ഹലോ, എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ ന്യൂ ഇയർ ആശംസകൾ. ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് ഇനി നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്നോവ ക്രിസ്റ്റ 2.4G വേരിയന്റ് ആണ്. ഇത് 2017 മോഡലാണ് കേട്ടോ. അപ്പോൾ മാക്സിമം പ്രൈസ് ഡ്രോപ്പിൽ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഡൽഹി രജിസ്ട്രേഷനിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ന്യൂ ഇയറിന്റെ ഓഫർ ആയിട്ട് ജനുവരി 31 വരെ ഈ ഒരു വെഹിക്കിളിന് എന്തുണ്ട്, എഞ്ചിനും ഗിയർ ബോക്സും 1 ഇയർ വാറണ്ടി ഉണ്ട്. അതുപോലെ തന്നെ നല്ല രീതിക്ക് കസ്റ്റമർ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു വെഹിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്, പോളിഷും ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ദിസ് ഇസ് അവർ ക്രിസ്റ്റ. പുറമെ തന്നെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിക്ക് നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിളും കൂടെയാണ്. ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിക്ക്, അതായത് ഒരു ഗ്ലോസി ബ്ലാക്ക്, അതുപോലെ തന്നെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ഗില്ലും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ലോഗോ കാര്യങ്ങൾ ഇവിടെ എവിടെയും തരത്തിലുള്ള ഒരു സ്ക്രാച്ചുകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് മനസ്സിലാക്കാം. ഇല്ലതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും. ബോണറ്റിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഇല്ല ആ ഒരു പെയിന്റിന്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറഞ്ഞ വിലയിൽ വിൽക്കുകയാണെന്ന് കരുതിക്കാണ്ട് എല്ലാം തല്ലിപ്പൊളിയാണ് അങ്ങനൊന്നും കരുതേണ്ട ആരും. കാരണം ഇതിന്റെ എഞ്ചിനും അതുപോലെ തന്നെ ഗിയർ ബോക്സിനും ഈ ഒരു ജനുവരി 31 വരെ 1 കൊല്ലം വാറണ്ടിയും കാര്യങ്ങളും നമ്മളെ ഫോക്കസ് മോട്ടോഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ തട്ടുമുട്ടും കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല, മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ റീപ്ലേസ് എന്ന് വെച്ചാൽ ചെറിയ, അതായത് ഈ ഒരു ഫ്രണ്ടിന്റെ മെയിൻ ഗ്ലാസ് എന്ത് ചെയ്തിരുന്നു, റീപ്ലേസ് ചെയ്തിരുന്നു. ഡൽഹി വണ്ടി ആയതുകൊണ്ട് തന്നെ അറിയാലോ, അവിടെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫ്രണ്ട് ഗ്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് ക്രാക്ക് വരും, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടെ തന്നെയാണ്. അത് ഒട്ടുമിക്ക ആളുകളും അങ്ങനെ പറയലില്ല, പക്ഷെ നമ്മൾ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ സെയിൽ നടത്തുന്നത്. നമുക്ക് ആരും പറ്റിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫ്രണ്ട് ഗ്ലാസ് എന്ത് ചെയ്തിരിക്കുന്നത്, റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. മേജർ ആക്സിഡന്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഹിസ്റ്ററി നോക്കിയാൽ മനസ്സിലാവും. ഫ്രണ്ടിൽ അറിയില്ല, ഹലോജൻ ബൾബും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബോണറ്റ് ആണെന്നുണ്ട് എല്ലായിടത്തും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിളാണ്. സ്ക്രാച്ചുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് നല്ലൊരു കളറും കൂടെയാണ്, ഒരു സിൽവർ കളർ. സൈഡ് പ്രൊഫൈലോട്ട് പോകുമ്പോൾ അറിയാലോ, ഇതിൻ്റെ ആ ഒരു വെഹിക്കിളിൻ്റെ ലെങ്ത് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു VIP വണ്ടി തന്നെയാണ്. നമ്മൾ MLA മാരും മന്ത്രിമാരും അങ്ങനെ ഒട്ടനവധി VIP ഗസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിളും കൂടെ തന്നെയാണ് ഇന്നോവ ക്രിസ്റ്റ. അപ്പോൾ അതിൻ്റെ ആ ഒരു മാർക്കറ്റ് വേറെ തന്നെയാണ്. സൈഡിലോട്ട് നല്ല ഒരു അലവിയിലുണ്ട്. ടയർ ഏകദേശം ഒരു 85% ടയറും കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്കിൽ ഏകദേശം ഒരു 75% ടയർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, സ്ക്രാച്ചുകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ആക്സിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളും കൊടുക്കുന്നു. അതുപോലെ തന്നെ സെൻസേഴ്സ് ഉണ്ട്. ഇത് ക്യാമറ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്യാമറ നമ്മളിതിൽ ചെയ്ത് വെച്ചൊരു വണ്ടിയും കൂടെയാണ്. അപ്പോൾ ബാക്ക് ഗ്ലാസ് ഒക്കെ കണ്ടില്ലേ, ഡിഫോക്കസ് ലൈനും അതുപോലെ തന്നെ ഒക്കെ ടൊയോട്ടൻ്റെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. ഒന്നും റീപ്ലേസും കാര്യങ്ങളും ചെയ്തിട്ടില്ല. സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ബൂട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ. സ്റ്റോറേജ് സ്പേസ് കുറവായിരിക്കും, അറിയാലോ, പൊതുവെ 7 സീറ്റർ വെഹിക്കിൾ കുറവാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റിയിൽ തന്നെ മെയിൻ സീറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല രീതിക്ക് തന്നെയാണ്. സൈഡിലോട്ട് ആ വേരിയന്റിന്റെ ബാഡ്ജിങ് കാണാം, 2.4G. അതുപോലെ തന്നെ ഇന്നോവ ക്രിസ്റ്റ. നല്ല ഒരു സിൽവർ കളർ തന്നെയാണ് കേട്ടോ. നല്ല രീതിക്ക് എന്തൊരു ഭംഗിയുണ്ട്. പൊതുവെ സിൽവർ കളർ കുറച്ചും കൂടെ ഭംഗി കൂടുതലാണ്. നമുക്ക് ഈ പ്രീമിയം കാർസിലൊക്കെ കാണുമ്പോൾ ചില സിൽവർ കളർ നല്ല ഭംഗിയായിരിക്കും കാണാൻ. സീറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഒരു പൊട്ടലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ്. സ്റ്റിയറിംഗ് വീലിലോട്ടും അതുപോലെ തന്നെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടി. ഡോർ പാഡിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇന്റീരിയറിലോട്ട് നമ്മൾ കുറച്ച് ഫീച്ചേഴ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എക്കോ മോഡും പവർ മോഡും കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ AC കാര്യങ്ങളൊക്കെ അറിയാം, കൺട്രോൾസിന്റെ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന വണ്ടിയിൽ. സ്റ്റിയറിംഗ് വീൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കേട്ടോ. കണ്ടിട്ട് ടിൽറ്റ് മാത്രമേ ഉള്ളൂ, ടെലസ്കോപ്പിക് ഇല്ല. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. അതുപോലെ തന്നെ മീറ്റർ കൺസോള് ഡിജിറ്റൽ പ്ലസ് അനലോഗ് മീറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കും. ഇത് കണ്ടില്ലേ, ഡാഷ്ബോർഡിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ മെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ട്രിംസും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ നല്ല ഭംഗിയുണ്ട് വെഹിക്കിൾ കാണാൻ. ആൻഡ്രോയിഡിൻ്റെ ഒരു സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ടൈമും കാര്യങ്ങളൊക്കെ കാണാം. വെഹിക്കിളിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് വരുന്നത്. നമുക്ക് ബെഞ്ച് സീറ്റ് അല്ല, ക്യാപ്റ്റൻ സീറ്റ്സ് ആണ്. VIP ആയിട്ട് എന്ത് ചെയ്യുക, ആസ്വദിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ ക്യാപ്റ്റൻ സീറ്റ്. അതുപോലെ തന്നെ AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. കാണാം AC എല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. ഒന്നും വർക്കിംഗ് അല്ലാത്തതല്ല, എല്ലാം വർക്കിംഗ് ആണ്. ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടില്ല. ബാക്കിലോട്ട് ഞാൻ കയറുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. അധികം ഹൈറ്റില്ലാത്ത ആൾക്കാർക്കൊക്കെ നല്ല വ്യക്തമായിട്ട് ഇരിക്കാൻ പറ്റും. ഇവിടെ നിന്നില്ല ആ ഒരു ഗ്ലാസിന്റെ വ്യൂസ് ആണെന്നുണ്ടെങ്കിലും കണ്ടില്ല. ഈ ഒരു ക്യാപ്റ്റൻ സീറ്റ് ആണ്, നമുക്ക് പരസ്പരം തട്ടുമുട്ടില്ലാതെ ഇരിക്കുക. അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ള സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. നമുക്ക് ഇരുന്നാലും നല്ലൊരു ഹൈറ്റിംഗിലുള്ള സീറ്റിംഗ് പൊസിഷൻ തന്നെയാണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് റൂഫ്സ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ഡേർട്ടും കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല, ചളിയും കാര്യങ്ങളോ അങ്ങനെ ഡേർട്ടും കാര്യങ്ങളൊന്നും കാണാനില്ല. അതും നല്ല ക്വാളിറ്റി തന്നെയാണ്. ഇതാണ് അപ്പോൾ ഇതിൻ്റെ ആൾ ഓവർ ഇന്റീരിയറും കാര്യങ്ങളും വരുന്നത്. ഇനി മെയിൻ സംഭവമാണ് ഇതിൻ്റെ എഞ്ചിനാണ് ഇപ്പോൾ എല്ലാവർക്കും കാണേണ്ടി വരും. ഞാൻ എഞ്ചിൻ ഒന്ന് കാട്ടിത്തരാം. ആർക്കും വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ല കാണട്ടെ. ഞാൻ ഗിയറുമൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോളൂ. വണ്ടീൻ്റെ പവർ കാണണമെങ്കിൽ ഈ ടൊയോട്ടൻ്റെ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറൊരു ഫീൽ തന്നെയല്ലേ. ഈ ഒരു ഗിയറും സെല്ലുന്ന ആ ഒരു വൈബ്രേഷൻസും അതുപോലെ തന്നെ ആ ഒരു
പവർ സൗണ്ടും കണ്ടില്ലേ, എന്താ ഫീല്. അതാണ് വണ്ടി. എഞ്ചിൻ ഒന്ന് ഓപ്പൺ ചെയ്തരാം കേട്ടോ. വെഹിക്കിളിന്റെ എഞ്ചിന് കണ്ടില്ല, അത്യാവശ്യം പാക്കിങ്. എഞ്ചിന്റെ കവറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതിന്. നല്ലതായാലും വെൽ പാക്ഡ് ആണ്. ബാറ്ററിയും കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ മനസ്സിലാവും. വണ്ടിക്ക് ആ ഒരു സംഭവങ്ങളോ ഒന്നുമില്ല. ഇതാണ് ഇതിന്റെ എഞ്ചിന്. എല്ലാം പക്ക ക്ലിയർ ആണ് കേട്ടോ. എഞ്ചിൻ സൗണ്ട് ഒക്കെ കേട്ടില്ല. നല്ല രീതിക്കുള്ള ആ ഒരു ഇൻസ്റ്റലേഷൻസും എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ ഉണ്ട്. ഒന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ലൈറ്റ്സ് ഒക്കെ കണ്ടില്ലേ, എല്ലാം വർക്കിംഗ് തന്നെയാണ്. ഒക്കെ ഹലോജൻ ബൾബാണ്. ബാക്ക് സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. ലൈറ്റൊക്കെ ഓൺ തന്നെയാണ് കേട്ടോ. ഇവിടെ അറിയാലോ, ഇപ്പോൾ പകലാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. നൈറ്റ് ആകുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ക്ലോസപ്പ് ആയിട്ട് നോക്കിയാൽ മനസ്സിലാവും. ലൈറ്റൊക്കെ ഓൺ തന്നെയാണ്. ഇപ്പം എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആയിട്ടില്ല. നല്ലൊരു കിടിലം വണ്ടി. ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്ത് തരാം. മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനാണ്. 2.4G വേരിയൻ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പവറും കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ തന്നെയാണ്. 2.4 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. ഏകദേശം 147 bhp അതുപോലെ തന്നെ 340 Nm ടോർക്കും കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, ഈ വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ക്രൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് കയറി പോകുന്നു. ആ ടെർബോൻ്റെ നോയ്സ് ആണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഇന്നോവൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ, ടൊയോട്ടയാണ് വെഹിക്കിൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മെയിൻ്റെനൻസ് കുറവായിട്ടുള്ളൊരു വെഹിക്കിൾ തന്നെയാണ്. പൊതുവേ മെയിൻ്റെനൻസ് കുറവായിട്ടുള്ളൊരു വെഹിക്കിൾ തന്നെയാണ് ടൊയോട്ടൻ്റെ വണ്ടി. അറിയാലോ, തലവേദന ഇല്ലാതെ തന്നെ നല്ല രീതിക്ക് ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഫാമിലി കാർ എന്ന നിലക്ക് വളരെയധികം യോജിക്കുന്ന ഒരു വെഹിക്കിളും കൂടെയാണ് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ. അതുപോലെ തന്നെ ടൊയോട്ടൻ്റെ സർവീസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും ഒരു ഓക്കെ ആയിട്ടുള്ളൊരു വെഹിക്കിളാണ് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ. ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല കംഫർട്ടാണ്. കണ്ടില്ലേ, ഇത്രയും വലിയൊരു വെഹിക്കിളാണിത് പോകണത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ഹാൻഡിലിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആണ്. നല്ല രീതിക്ക് ഹാൻഡിലിങ്ങിലൊരു വെഹിക്കിളാണ്. ഇത്രയും വലിയൊരു വാഹനം ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നല്ല രീതിക്ക് കോർണറിങ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു വെഹിക്കിൾ തന്നെയാണിത്. 2017 മോഡൽ വരുന്ന ഏകദേശം 1,95,000 കിലോമീറ്റർ ഓടി ഈ ഒരു വെഹിക്കിളിന് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിൽ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഏകദേശം 9,20,000 രൂപയാണ്. ഇത് NOC പ്രൈസാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുന്നതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ ചെറിയൊരു ഏകദേശം ഒരു 1 lakhൻ്റെ മുകളിൽ 1,40,000 താഴെയാണ് ഒരു അഡീഷണൽ ടാക്സും കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ ഇവിടെ ഫോക്കസ് മോട്ടോഴ്സിൽ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 9,20,000 രൂപയാണ്. ഡീസൽ വണ്ടിയാണ്. 2.4G വേരിയന്റ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ ഒരു വെഹിക്കിൾ ഇത് സെയിലിനില്ല നമ്മളെ ഫോക്കസ് മോട്ടോഴ്സിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. സോൾഡ് ആണോ എന്ന് അറിയുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി.